തുടർഭരണം അധികാരത്തിലേക്ക് നയിക്കുമെന്ന നിലപാടിൽ മുന്നോട്ടു പോകുന്ന കവി സച്ചിദാനന്ദനെ അനുനയിപ്പിക്കാൻ നീക്കവുമായി CPIM. തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ നേരിട്ട് വീട്ടിലെത്തി ചർച്ച നടത്തി. ഇടതു സൈബർ പ്രൊഫൈലുകളിൽ നിന്നും സച്ചിദാനന്ദനെതിരെ വിമർശനം തുടരുന്നതിനിടയിലാണ് CPIMന്റെ ഈ തിരക്കിട്ട അനുനയ നീക്കം. അതേസമയം കവിയുടെ വിമർശനം ആയുധമാക്കാനാണ് പ്രതിപക്ഷ നീക്കം. തുടർഭരണം സംബന്ധിച്ച് തന്റെ നിലപാടിൽ മാറ്റമില്ലെന്ന് ആവർത്തിച്ച് മുന്നോട്ടു പോവുകയാണ് സാഹിത്യ അക്കാദമി അധ്യക്ഷൻ K. സച്ചിദാനന്ദൻ. ഇടതു സൈബർ പ്രൊഫൈലുകളിൽ നിന്ന് ഉയരുന്ന വിമർശനങ്ങളെ തള്ളിയ കവി താൻ പറയുന്നതിന്റെ അർത്ഥം സൈബർ മൂടന്മാർക്ക് അറിയില്ലെന്ന് ഫേസ്ബുക്കിൽ കുറിച്ചു. ഫേസ്ബുക്കിലൂടെ കുറിപ്പ് പങ്കുവച്ച് മണിക്കൂറുകൾക്കകം CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ സച്ചിദാനന്ദന്റെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തി. സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിലും ജില്ലാ സെക്രട്ടറിക്കൊപ്പം ഉണ്ടായിരുന്നു. ചർച്ചകളെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാൻ തയ്യാറാവാതിരുന്ന അബ്ദുൽ ഖാദർ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമുള്ള പ്രതികരണമാണ് കവിയുടേതെന്നും തെരഞ്ഞെടുപ്പുമായി അതിന് ബന്ധമില്ലെന്നും വ്യക്തമാക്കി. കേരളത്തിലെ ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല, ആ അർത്ഥത്തിലല്ല മാഷ് പറഞ്ഞത്. വിശാലമായൊരു താത്വിക തലത്തിലാണ് മാഷ് പറഞ്ഞത്. പക്ഷേ മാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോൾ അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ, ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിനെ ആസ്പദമാക്കി പറഞ്ഞു എന്ന മട്ടിൽ വന്നത്. അങ്ങനെയല്ല അദ്ദേഹം ഉദ്ദേശിച്ചതെന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. സാംസ്കാരിക ലോകത്തും പൊതുമണ്ഡലത്തിലും സച്ചിദാനന്ദന്റെ അഭിപ്രായം ചർച്ചയായതോടെ പ്രതിസന്ധി ഒഴിവാക്കാനാണ് CPIMന്റെ അനുനയ നീക്കം. ഇക്കാര്യം വ്യക്തമാക്കും വിധമാണ് വിഷയത്തിൽ ഇന്ന് ഇടതു നേതാക്കൾ നടത്തിയ പ്രതികരണങ്ങളും. സച്ച് മാഷ് ഞങ്ങളുടെ ബന്ധുവാണ്. അത്തരം ബന്ധുക്കൾ എല്ലാ വാക്കിലും എല്ലാ നോട്ടത്തിലും ഞങ്ങളെ പുകഴ്ത്തിയേ തീരുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് LDFനെ പറ്റി ഒരു വിമർശനമുണ്ടെങ്കിൽ ഞങ്ങളതിനെ അഗൗരവത്തിൽ കാണും. വിമർശനങ്ങളെ അവസരങ്ങളായി കാണുന്നുവെന്നാണ് മുൻ മന്ത്രി തോമസ് ഐസക് വിഷയത്തിൽ പ്രതികരിച്ചത്. തിരുത്തലുകൾ വരുത്തി മുന്നോട്ടു പോകുമെന്നും വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്നുവെന്നും ഐസക് പറഞ്ഞു. ഇതിനിടെ കവിയുടെ വാക്കുകളെ രാഷ്ട്രീയ ആയുധമാക്കാൻ ഉറച്ച് മുന്നോട്ടു പോവുകയാണ് പ്രതിപക്ഷം. നല്ല കമ്മ്യൂണിസ്റ്റുകാരും ഇടതു ചിന്തകരും UDFനൊപ്പമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിന്റെ പ്രതിഫലനമാണ് സാംസ്കാരിക പ്രവർത്തകരിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. കാരണം പിണറായി 3 എന്ന് പറഞ്ഞ ജനങ്ങൾ തലയിൽ കൈവയ്ക്കാണ്. ഇന്ന് ഞങ്ങളെക്കാൾ കൂടുതൽ ആള് ഇവര് അധികാരത്തിൽ നിന്ന് താഴെ ഇറങ്ങണം എന്ന് ആഗ്രഹിക്കുന്നത് ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാരും അതുപോലെ ഇടതുപക്ഷത്തെക്കുറിച്ച് സ്വപ്നം കണ്ടു നടന്ന ഇടതുപക്ഷ സഹയാത്രികരുമാണ്. ഇടതു സൈബർ പ്രൊഫൈലുകളും ചില സാംസ്കാരിക നായകരും സച്ചിദാനന്ദനെതിരായ വിമർശനം തുടരുകയാണ്. സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവെള്ളൂർ മുരളി ഉൾപ്പെടെയുള്ളവർ വിമർശനവുമായി രംഗത്തെത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് മലയാളം, തൃശൂർ.